പത്തരമാറ്റി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവ്യ അനാമികയോട് ചോദിക്കുന്നുണ്ട്, ഇഷ്ടയ്ക്ക് വകയുള്ളവർ പിന്നെ എന്തിനാ ആദർശേട്ടന്റെ അമ്മ തന്ന സ്വർണം വിൽക്കാൻ സ്വന്തം അമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടത്? അനാമിക ചോദിക്കുന്നുണ്ട്, അത് നീ കണ്ടോ? നീ നിന്റെ അനിയത്തിയും കൂടിയല്ലേ അത് മോഷ്ടിച്ചത്? നവ്യ പറയുന്നുണ്ട്, എന്താ നീ കേസ് കൊടുത്ത് ഞങ്ങൾ അറസ്റ്റ് ചെയ്യിപ്പിക്കേ? അങ്ങനെ പോലീസ് അന്വേഷിച്ച പല കാര്യങ്ങൾക്ക് നീയും നിന്റെ അമ്മയും പിടിക്കപ്പെടും. സ്വർണം മോഷ്ടിച്ചതും ആദർശേട്ടന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കിടത്തിയതൊക്കെ നീയും നിന്റെ അമ്മയും കൂടിയാ, അതിലൊരു സംശയവും വേണ്ട. എല്ലാത്തിനും എന്റെ അമ്മയുടെയും എന്റെ ഭർത്താവിന്റെയും സപ്പോർട്ടുണ്ട്. നിങ്ങൾ 4 പേരും കൂടിയാ ഇതൊക്കെ ചെയ്തു കൂട്ടിയേ. അനാമിക പറയുന്നുണ്ട്, എന്നെ എന്റെ ഭർത്താവ് മോശമായി പെരുമാറുമ്പോൾ ഞാൻ അന്തസ്സായിട്ട് വീട് വിട്ടിറങ്ങാറുണ്ട്. പിന്നെ അവര് വന്ന് കൈയും കാലും പിടിച്ച ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്നത്. നിന്റെ അമ്മയും ഭർത്താവും എത്ര തവണ നിന്നോട് പറഞ്ഞു ഇറങ്ങിപ്പോവാൻ, എന്നിട്ട് നീ അവിടെ നിന്ന് ചലിക്കുന്നില്ലല്ലോ. സ്വന്തം വീട്ടിൽ പോയി ഒരു ദിവസം കൂടി നിൽക്കത്തില്ലല്ലോ. നവ്യ പറയുന്നുണ്ട്, എന്നെ കെട്ടിക്കൊണ്ട് വന്ന വീട് അനന്തപുരി, അവിടെ നിന്ന് ഞാൻ പോകേണ്ട കാര്യമില്ല. പിന്നെ അനി പലപ്പോഴും പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്നെ അവന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന്. എന്റെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനൊരു അച്ഛനുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് പോവേണ്ട കാര്യമില്ല. നിന്റെ അച്ഛനും അമ്മയും കോടികളുള്ളതാണെങ്കിൽ നിന്നെ വെറുക്കുന്ന നിന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാതെ നിനക്ക് നിന്റെ സ്വന്തം വീട്ടിൽ പോയി ജീവിച്ചൂടെ? അനാമിക പറയുന്നുണ്ട്, ഓ അവിടെ കടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട് കുഞ്ഞിന്റെ കാര്യം പറയുക. ആ കുഞ്ഞ് അഭിയേട്ടന്റെതല്ലെന്ന് അഭിയേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവ്യ പറയുന്നുണ്ട്, അതിനുള്ള മറുപടി ഞാൻ നേരത്തെ തന്നതാ. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അഭിയല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ അമ്മയുടെ മകൾ നീയല്ല, നിന്റെ അമ്മയുടെ തെറ്റായ ബന്ധത്തിലുണ്ടായ മോളായിരിക്കും നീ. അനാമിക പറയുന്നുണ്ട്, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ക്ഷേത്രനടയൊന്നും ഞാൻ നോക്കത്തില്ല. നവ്യ പറയുന്നുണ്ട്, എന്നെ പറഞ്ഞപ്പോ നിനക്ക് ദഹിക്കുന്നില്ല അല്ലേ? നവ്യ പറയുന്നുണ്ട്, എന്നെ പറഞ്ഞ് ഞാനും തിരിച്ചു പറയും. ക്ഷേത്രമാണെന്ന് നോക്കാതെ എന്റെ ദേഹത്ത് കൈവച്ചാൽ അന്തു തന്നെ എന്റെ ബാക്കി ഞാൻ തരും. അവള് നിന്റെ കാലിൽ പിടിച്ച് നിലത്ത് കുത്താത്തത് ഭാഗ്യം. ദേഷ്യം വന്നാൽ നിന്റെ വീട്ടിൽ കയറി ആക്രമിക്കും അവള്. നിന്നെ മാത്രമല്ല നിന്റെ അച്ഛനെ അമ്മയെ തല്ലി ശരിപ്പെടുത്തും അവള്. ഇങ്ങനെ പറഞ്ഞിട്ട് നവ്യ പോവുക. അഭി നടന്ന അവശയായി ഒരു കടയുടെ ഫ്രണ്ടിൽ പോയിട്ട് പറയുന്നുണ്ട്, ഏട്ടാ മലയ്ക്ക് പോവാൻ വന്നതാ, ഇടയ്ക്ക് കാലിന്റെ മസിൽ പിടിച്ച് അങ്ങനെ നടക്കാൻ പറ്റിയില്ല. എന്റെ കൂടെ വന്നവര് ഇവിടെ കാടിന്റെ അകത്ത് ഒരു അമ്പലം ഉണ്ടല്ലോ, അവിടെ കുറച്ച് ആൾക്കാർക്കൊപ്പം എന്നെ ഇരുത്തിയിട്ട് അവര് മലയ്ക്ക് പോയി. നടന്നു വന്ന ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോ എന്റെ ബാഗും ഇല്ല, പേഴ്സും ഇല്ല, ഒന്നുമില്ല. ഞാനാകെ ഒറ്റപ്പെട്ട അവസ്ഥയിലായി പോയി. ഒരുത്തനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കടക്കാരൻ പറയുന്നുണ്ട്, ആ അമ്പലത്തിന് ചുറ്റും കള്ളന്മാരാ, രാത്രിയിലാ അവിടെ എല്ലാരും തമ്പടിക്കുന്നത്. പോലീസുകാർ അങ്ങനെ അവിടെ പോവാറില്ല, പോയാലും അവരെ രക്ഷപ്പെടും. അഭി പറയുന്നുണ്ട്, നടന്ന് തളർന്നേട്ടാ ഒരു ഗ്ലാസ് ചായയെങ്കിലും തരൂ. കടക്കാരൻ പറയുന്നുണ്ട്, പേഴ്സ് കളഞ്ഞു പോയെന്നല്ലേ പറയുന്നേ, പിന്നെ ചായ കുടിക്കാൻ കാശുണ്ടോ? അഭി പറയുന്നുണ്ട്, എന്നെ കൂടെയുള്ളവര് തിരിച്ചു വരുമ്പോ കാശ് തരാം ഞാൻ. ചേട്ടൻ ഒരു 100 ചായയുടെ കാശ് തരാം. കടക്കാരൻ പറയുന്നുണ്ട്, കാശുണ്ടെങ്കിലേ ചായ തരുള്ളൂ. കടക്കാരൻ പറയുന്നുണ്ട്, എന്തോ മഹാഭാവം ചെയ്തിട്ട് വന്നത് കൊണ്ടല്ലേ മലയ്ക്ക് പോകാൻ പറ്റാത്തത്, കാല് കൊളുത്തി പിടിച്ചത്. അങ്ങനെയുള്ളവർക്ക് ചായ കൊടുത്താൽ ഭഗവാൻ എന്നെ ശിക്ഷിക്കും. അഭി ചോദിക്കുന്നുണ്ട്, ജ്വല്ലറി കേട്ടിട്ടുണ്ടോ? അവിടുത്തെ മൂർത്തി സാറിന്റെ കൊച്ചുമകനാ ഞാൻ. ഇത് കേട്ട് എല്ലാരും ചിരിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, അവിടുത്തെ സ്വർണം തട്ടിക്കൊണ്ടാണോ വന്നേ? അഭി പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാൻ അവിടുത്തെ കൊച്ചുമകനാ. എന്നിട്ട് അഭി പറയുന്നുണ്ട്, എനിക്ക് ഇത്തിരി വെള്ളമെങ്കിലും തരൂ. വെള്ളത്തിന്റെ കാര്യം ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട്. അഭി വിശന്ന് വലഞ്ഞ് അവിടെ നിൽക്കുക. നയനയുടെ അച്ഛൻ നയനോട് പറയുന്നു, ഭഗവാനെ പരീക്ഷിക്കാൻ നിന്ന് അതിന്റെ ഇരട്ടി തിരിച്ചു കിട്ടും. അവൻ മാലയിട്ട ശേഷം എന്തൊക്കെ തെറ്റാ ചെയ്ത് നവ്യം കൂട്ടി ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അങ്ങനെ കള്ളങ്ങൾ പറയാനും ചെയ്യാനും പാടുണ്ടോ ആ സമയത്ത്? നയന പറയുന്നുണ്ട്, കാട്ടിന്റെ അകത്തുള്ള ഒരു അമ്പലത്തേക്ക് ഇരുത്തിയേക്ക് വന്നാ പറഞ്ഞു. കനക പറയുന്നുണ്ട്, അയ്യപ്പ ദർശനം കഴിഞ്ഞ് അവര് വരുമ്പോൾ അബിയുടെ മനസ്സിന് ഒരു മാറ്റം ഉണ്ടായിരുന്നാ മതിയായിരുന്നു. നന്ദു പറയുന്നുണ്ട്, അങ്ങനെ മാറുന്ന മനസ്സല്ല അമ്മേ, അതുപോലെ അയാളുടെ അമ്മ അയാളെ വളർത്തി വഷളാക്കിയേക്കുന്നത്. അനന്തപുരിയിലെ ബ്ലഡ് അല്ലല്ലോ, ആരോരുമില്ലാത്തവർക്ക് മുത്തശ്ശനും മുത്തശ്ശി അഭയം കൊടുത്തതല്ലേ, എന്നിട്ട് അവരെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളല്ലേ അമ്മയും മോനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ പറയുന്നുണ്ട്, ആദർശം മറ്റുള്ളവർ മലയ്ക്ക് പോയത് നന്നായി, ആ സമയത്ത് മോൾക്ക് മോളുടെ അമ്മായിയമ്മയെ കാണാൻ കഴിഞ്ഞല്ലോ. കനക പറയുന്നുണ്ട്, കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഗോവിന്ദേട്ട കാര്യം? ഒന്ന് സ്നേഹത്തോടെ ചിരിക്കോ സംസാരിക്കോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നയന പറയുന്നുണ്ട്, അങ്ങനെ സംസാരിക്കാൻ അമ്മയ്ക്ക് കരള് കൊടുത്തത് ഞാനാണെന്ന് അറിയില്ലല്ലോ, പിന്നെ ചോദിച്ചു നിനക്ക് അസുഖം വല്ലതും ഉണ്ടോന്ന്. കനക പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ ഇവിടെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ട് ചോദിച്ചതാ. അതിന്റെ കൂടെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായി, ആ ജലജയുടെ ഭാഗത്ത് നിന്ന് അവ്യെ പോലെ മോക്കും വിശേഷം ഉണ്ടോന്ന്. എന്നയുടെ അച്ഛൻ പറയുന്നുണ്ട്, ദുഷിച്ച മനസ്സല്ലേ, അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കും. ഒരു കാര്യം ഉറപ്പാ മോളെ, ആദർശ് മോന്റെ കയ്യിൽ 50 ലക്ഷം രൂപയുടെ ചെക്ക മോന്റെ കയ്യിൽ കൊടുത്തു വിട്ടത് കരള് ദാനം ചെയ്ത് പെൺകുട്ടിക്ക് കൊടുക്കാനായി. ആ കുട്ടിയെ കാണാനുള്ള ശ്രമങ്ങൾ നടത്തും. ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ അവരോട് സത്യങ്ങളൊക്കെ പറയേണ്ടി വരും. കനക പറയുന്നുണ്ട്, അങ്ങനെ പറയുമ്പോഴെങ്കിലും മോളെ ഒന്ന് സ്നേഹിച്ചാ മതിയായിരുന്നു. അന്തു പറയുന്നുണ്ട്, ചേച്ചിയാണ് കരള് കൊടുത്തെന്ന് അറിഞ്ഞാൽ ആ കരള് തിരിച്ചെടുത്തോളാൻ ഡോക്ടർമാരോട് പറയും. അത്രയ്ക്ക് ദേഷ്യമോ അവർക്ക് ചേച്ചിയോട്. ദേവയാനി ക്ഷേത്രത്തിൽ വെച്ച് നയനെ കണ്ട കാര്യം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നു. ദേവയാനി ചോദിക്കുന്നുണ്ട്, ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു വെച്ചാ? മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാ ടെസ്റ്റും കഴിഞ്ഞു, റിസൾട്ട് നാളെ വരുള്ളൂ. ദേവയാനി പറയുന്നുണ്ട്, അച്ഛനെ വേണ്ടിയിട്ടും കൂടെയാ അവര് മല ചവിട്ടുന്നത്. ഇപ്പോൾ ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയെന്ന് ആദർശ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മോളെ വയ്യ
കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയേ? ദേവേനി പറയുന്നുണ്ട് എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലാമേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന് ഇവിടെ ഉള്ളപ്പോൾ അമ്മ അവക്ക് സ്വർണം കൊടുക്കുന്നത് മനസ്സിലാക്കാം. എന്നിട്ട് വിലപിടിപ്പുള്ള ആഭരണങ്ങൾ അവൾ വീട്ടിൽ പോയ അമ്മ അവക്ക് കൊടുക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് മാത്രം എന്ത് സേവനം അവൾ നമുക്ക് ചെയ്തു തന്നത്? ശശി പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊന്നുമല്ല സ്വർണം കൊടുത്തത്. മോക്ക് ഇവിടത്തെ ജീവിതം മടുത്തു തോന്നിയപ്പോൾ മോളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വർണം കൊടുത്തതാ. ദേവേനി ചോദിക്കുന്നുണ്ട് വേറെ ഉദ്ദേശമൊന്നും ഇല്ലല്ലോ അതിന് പിന്നിൽ? ദശൻ പറയുന്നുണ്ട് ഒരു ഉദ്ദേശമില്ല. ഈ വീട്ടിൽ വന്ന മരുമക്കളിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നയനമോളെയാ. നയനയുടെ മഹത്വം മറ്റു രണ്ട് മരുമക്കൾക്കും ഇല്ല. ഈ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ നയനമോക്കെ കഴിയൂ. അങ്ങനെ ഒരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നയനമോൾ ഒരിക്കലും പിണങ്ങി വീട്ടിൽ പോയി നിൽക്കാൻ പാടില്ല. ദശി പറയുന്നുണ്ട് ആദർശ് മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ അവനോട് പറയണം നയനമോളെ പോയി വിളിച്ചോണ്ട് വരാൻ. ദേവേനി പറയുന്നുണ്ട് ഞാൻ പറയാനൊന്നും പോകുന്നില്ല, അവൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വരട്ടെ. ദശൻ പറയുന്നുണ്ട് നീയാണ് വിളിച്ചോണ്ട് വരാൻ പറയേണ്ടത്. ദേവേനി ചോദിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ? നീയല്ലേ അവളോട് വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞേ? അങ്ങനെയുള്ളപ്പോൾ മടങ്ങി വരാൻ നീ തന്നെ പറയണം. ദേവേനി പറയുന്നുണ്ട് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അവക്ക് ഈ തറവാട്ടിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവള് വരും. ദശി പറയുന്നുണ്ട് നിന്നെ എത്രമാത്രം നയനമോള് സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ? ദശൻ പറയുന്നുണ്ട് അതറിയാൻ നമ്മുടെ മരുമോള് ശ്രമിച്ചിട്ടില്ല വസുന്ധരെ. മറ്റുള്ളവരുടെ ഒപ്പം ചേർന്ന് കുറ്റം കണ്ടുപിടിക്കാനാണ് ഇവർക്ക് താല്പര്യം. ദേവേനി ചോദിക്കുന്നുണ്ട് ഈ പറയുന്നത് പോലെ എന്ത് നന്മയാ അവൾ ഈ തറവാട്ടിന് വേണ്ടി ചെയ്തത്? ദശൻ പറയുന്നുണ്ട് നന്മകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ദശൻ പറയുന്നുണ്ട് മോൾക്ക് നിന്നോടുള്ള സ്നേഹം എത്രയാന്ന് അളക്കാൻ ഞങ്ങൾക്ക് പറ്റും, പക്ഷെ അതൊന്നും നീ മനസ്സിലാക്കിയിട്ടില്ല. ദേവേനി പറയുന്നുണ്ട് ഞാനിന്ന് അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. അവൾക്ക് എന്തോ അസുഖമുള്ളത് പോലെ എനിക്ക് തോന്നിയത്. അവളെ പിടിച്ചുകൊണ്ട് അവളുടെ അമ്മ നടന്നത്. പിന്നെ ഇടയ്ക്ക് ആദർശ് അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ. എന്താ രോഗമെന്ന് ചോദിച്ച് വൈറൽ ഫീവർ എന്നാ പറഞ്ഞത്. അത് പറഞ്ഞിട്ട് കുറച്ചു ദിവസം ആവുകയും ചെയ്തു. മുത്തശ്ശൻ പറയുന്നുണ്ട് അത് നിനക്ക് നേരിട്ട് മരുമോളോട് ചോദിക്കാമായിരുന്നല്ലോ. ഈ നയനമോളുടെ കാര്യം അന്വേഷിക്കുന്നില്ലെങ്കിലും ദിവസവും നിന്റെ കാര്യം വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ആ കുട്ടി. മുത്തശ്ശൻ പറയുന്നുണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം ദേവേനി, ഈ കുടുംബത്തിലുള്ളവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രത്യേകിച്ച് നിന്റെ ആയുസ്സിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് നയനമോള്. വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി സ്വന്തം ജീവൻ പകുത്തു തരാൻ മടിയില്ലാത്തവളാ നിന്റെ മരുമകള്. അതൊക്കെ നിനക്ക് മനസ്സിലാവണമെങ്കിൽ നീ കൂടുതൽ നയനമോളെ അറിയാൻ ശ്രമിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും പോവുക. ദേവേനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. നയനെ ആദർശ് വിളിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട് ദർശനം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു നടക്കുക. നയനെ ചോദിക്കുന്നുണ്ട് അല്ല അഭിയെ വിളിച്ചില്ലേ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അവന്റെ മൊബൈൽ ഓഫായെന്നാ തോന്നുന്നേ. അവന്റെ കാര്യമില്ലേ, അവനിനി അവിടുന്ന് വണ്ടി കയറി വേറെ എവിടെയെങ്കിലും പോയോന്നറിയില്ല. നയന പറയുന്നുണ്ട് എന്നാലും കാട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോവണ്ടല്ലായിരുന്നു. ആദർശ് പറയുന്നുണ്ട് ഒറ്റയ്ക്കല്ലല്ലോ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നയന ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉടനെ അവിടെ എത്തോ? ശരിയെന്ന് പറഞ്ഞിട്ട് നയന ഫോൺ കട്ട് ചെയ്യും. ആദർശ് അഭിയെ വിളിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല. ജയം പറയുന്നുണ്ട് ഇനിയിപ്പോ അവനില്ല തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ. ആദർശ് പറയുന്നുണ്ട് നടന്നു പോയത് കൊണ്ടാ, ഇല്ലെങ്കിൽ അവനെ പമ്പയിൽ ഇരുത്തിയിട്ട് പോവായിരുന്നു. ഇവിടെ പരിചയമുള്ള പോലീസൊക്കെ ഉണ്ടായിരുന്നല്ലോ. അഭി ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിന് ശേഷം ഒന്നും പറയാതെ പുറത്തോട്ട് പോകുന്നുണ്ട്. അഭിയോട് പറയുന്നുണ്ട് എടോ കാശ് തന്നില്ല. എടോ പറഞ്ഞത് കേട്ടില്ലേ കാശ് തന്നില്ലെന്ന്. അഭിയാണെങ്കിൽ ഒന്നും പറയാതെ ഓടുക. എല്ലാരും കൂടെ ഓടി അഭിയെ വളഞ്ഞിട്ട് പിടിച്ച് ഹോട്ടലിലേക്ക് കൊണ്ടുവരും. കഴിച്ച കാശിന് പലിശ അധികം ഞാൻ മുതലാക്കിക്കോളാം. അഭി പറയുന്നുണ്ട് എന്നെ നാണം കെടുത്തരുത്, എന്റെ പേഴ്സ് മൊബൈലും ഒക്കെ കളവ് പോയി. അതൊക്കെ പിന്നീട് പറയാം. എടോ താനിങ്ങി വന്നേ, ഇതൊക്കെ ഇവന്റെ കൊടുത്തേ, ഇന്ന് വൈകിട്ട് വരെ പ്ലേറ്റ് കൊടുത്ത് ഈ മേശയൊക്കെ ഒന്ന് തുടക്കട്ടെ. അഭി പറയുന്നുണ്ട് ചേട്ടാ ഞാനിതൊന്നും ചെയ്തിട്ടില്ല, പത്ത പണിയാ. നീ പോയി മേശ തുടക്കി, ഇനി ഇവൻ തൂത്ത് തുടച്ചോളും, നിങ്ങൾ മറ്റു പണികൾ ചെയ്താൽ മതി. ആഴ്ചക്ക് ഒരു കുഴപ്പമില്ല, പക്ഷെ കയ്യിലിരിപ്പ് മോശമാ, വാങ്ങിക്കിടാ ഇതെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഹോട്ടലിലുള്ള എല്ലാ പണികളും അഭിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ഹോട്ടലിൽ ഒരു പോലീസ് വരുന്നുണ്ട്. പോലീസ് ചോദിക്കുന്നുണ്ട് അഭിയെ കണ്ടിട്ട് ഇവനെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. ഹോട്ടലിലുള്ള ആള് പറയുന്നുണ്ട് ആരെ അതൊന്നും പറയണ്ട, കുറച്ചു മുന്നേ ഇവിടെ വന്ന് മൂക്കുമുട്ട കഴിച്ചിട്ട് പൈസ തരാതെ മുങ്ങാൻ നോക്കിയതാ. ഇന്നലെ മലയ്ക്ക് പോകുന്നത് വഴി അവന്റെ ബാഗെല്ലാം മോഷണം പോയെന്നാ പറയുന്നത്. ഇത് കള്ളമാണെന്ന് ഉറപ്പാ സാറേ, അതുകൊണ്ട് വൈകിട്ട് വരെ ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ പറഞ്ഞു. പോലീസ് പറയുന്നുണ്ട് ഇവനെ കണ്ടിട്ട് കഴിഞ്ഞ ദിവസം മോഷണം നടന്നപ്പോൾ CCTVയിൽ പതിഞ്ഞ പയ്യനെ പോലെയില്ലേ? കൂടെയുള്ള പോലീസ് പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഇത് അവൻ തന്നെയാ. അഭി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പോലീസ് അഭിയോട് ചോദിക്കുന്നുണ്ട് നീ എവിടെ നിന്ന് വന്നതാടാ? ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. അഭി പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ സാറേ. പോലീസ് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുത്തോ? അഭി പറയുന്നുണ്ട് അതിന് പകരം ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത്. പോലീസ് പറയുന്നുണ്ട് നീ ജോലി ചെയ്യണ്ട, നീ ഇങ്ങോട്ട് വാടാ. പോലീസ് പറയുന്നുണ്ട് ഇവനെ പൊക്കിയെടുത്ത് വണ്ടി കയറ്റി. അഭിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.